രക്ഷിക്കണം. അയ്യോ, നമ്മുടെ ശൂന്യാകാശത്തെത്തിയ കരയാതാണ് അതിന്റെ ഉറക്കത്തൊക്കെ. എന്താ കൊറേ കൊലകൾ നടക്കും. അതാ കൊലകൾ കെട്ടിത്തൂക്കി പോലെ നമ്മളെ തൂക്കിയിരിക്കുന്നത്. എനിക്ക് ഭൂമി മുഴുവൻ കറങ്ങുന്നത് മുകളിലോട്ട് നോക്കട്ടെ. ഞാൻ ഇവിടെ വലിയ തലകുത്തി നിൽക്കുന്നു. വലിയല്ലടാ, നമ്മളാ തലകുത്തി നിൽക്കുന്നത്. മനസ്സാക്ഷി അവനെ അടിച്ചു വേഗം ആവട്ടെ. കിടക്കുമ്പോഴെങ്കിലും ഇത്തിരി മനസ്സമാനം താടാ. അച്ഛനാണോ കെട്ടി തൂക്കിയത്? ഞാനൊന്ന് പെരുമാറി ഇപ്പൊ വരാം. എന്താടാ എല്ലാം അറിയാവുന്നവർ വേറെ ചിലരുണ്ടെന്ന് മുമ്പ് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ? ഇത് എന്റെ മകളോട് നീ ചെയ്ത ദ്രോഹത്തിന്. ഇത് ഒരു പാവം പെൺകുട്ടിയുടെ പേര് നീ ആരോപിച്ച കുറ്റത്തിന്. ഓർമ്മയിരിക്കട്ടെ. വാടാ എല്ലാരും വാ. അച്യുതൻ നായരെ, കണക്ക് തീർന്നിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്. എന്റെ കുഞ്ഞ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ജീവനോടെ വിടുന്നത്. ഇനി ഈ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് നീ എന്റെ അടുത്ത് വന്നാ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും.
ഇവനെ പിടിച്ച് പോലീസിലേൽപ്പിക്കണ. പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. സരസ ഓപ്പറേഷൻ സക്സസ്. സാഹചര്യങ്ങൾ മൂലം മരിക്കാൻ ഇറങ്ങി തിരിച്ച എനിക്ക് നിലനിൽപ്പിനായി കെട്ടേണ്ടി വന്ന ഒരു വേഷമായിരുന്നു ഇത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഈ വലിയ മനസ്സിന്റെ മുന്നിൽ മരിച്ചു ജീവിക്കുകയായിരുന്നു ഞാനിവിടെ. ഇപ്പൊ എനിക്ക് സമാധാനമായി. അച്ഛാ, ഈ കുഞ്ഞു ഒരിക്കലും ഒരു അനാഥനായി വളരരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തൃപ്തിയായി. ഇവിടുന്ന് പോകുമ്പോ ഈ ജീവിതകാലം മുഴുവനും മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു വിഷയമുണ്ട്. അച്ഛൻ നഷ്ടപ്പെട്ട എനിക്ക് കിട്ടിയ ഒരു അച്ഛന്റെ സ്നേഹം. എല്ലാവരും എന്നോട് പൊറുക്കണം. മേനോനങ്കിൾ, ഞാൻ പോട്ടെ. അച്ഛാ, ഇത്രയും ആത്മാർത്ഥതയും സ്നേഹമുള്ളൊരു ചങ്ങാതിയെ ഈ ഭൂമിയിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ മോളെ? അച്ഛന്റെ മോളായി അഭിനയിക്കാൻ ഈ താലി എന്നെ ഒരുപാട് സഹായിച്ചു. ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. മോള് പറഞ്ഞില്ലേ ഈ കുഞ്ഞനാഥനാകരുതെന്ന്. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകരുത്. നീ എന്റെ ശോഭമോളാണ്, ഇവൻ എന്റെ മരുമോനും. പരമേശ്വര, ഒരു നല്ല മുഹൂർത്തം നോക്കാൻ ഏർപ്പാട് ചെയ്യും. ഉടനെ തന്നെ ഏർപ്പാട് ചെയ്യാളിയാ. വെടി പൊട്ടിക്കട്ടെ. പൊട്ടിക്കണ മക്കളെ, പട പട പൊട്ടിക്കേ. അനുരാഗ പൂരിക്കാം